സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കാൻ പോകുന്നത് ഇഡിയംസ് ആണ്. അപ്പോൾ ഇഡിയംസിൻ്റെ 2 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാറ്റഗറി ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇഡിയംസ് വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഫ്രൂട്ട് ബേസ്ഡ് ഇഡിയംസ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ബോഡി പാർട്സ് റിലേറ്റഡ് ഇഡിയംസ് ആണ്. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ ബേസ്ഡ് ഇഡിയംസ് ആണ് കേട്ടോ. കളറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇഡിയംസ്, കളറുകളുടെ പേര് വെച്ചിട്ടുള്ള ഇഡിയംസ് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ നോക്കിയേ, എന്ത് ചെയ്യുന്നോടെ ഒന്നാമത്തത് റെഡ് ലെറ്റർ ഡേ. കുട്ടികളെ നോക്കിയേ, നമ്മളൊക്കെ പണ്ടത്തെ കാലത്തെ നമ്മളൊക്കെ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മൾ കാലണ്ടർ നോക്കിയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്താണ് കുട്ടികളെ, അതായത് തിങ്കളാഴ്ച നമ്മൾ പോകുമ്പം നമ്മൾ ഏത് ഡേറ്റ് നോക്കും, അതിലെ ചുമന്ന അക്ഷരങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് ആ ദിവസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം എന്താണ് കുട്ടികളെ, അവധി ദിവസങ്ങളാണ് ഇല്ലേ. അപ്പോൾ റെഡ് ലെറ്റർ ഡേ നിങ്ങളിപ്പോൾ നോട്ട് എഴുതുന്നു ഇല്ലേ. നോട്ട് എഴുതുമ്പോൾ ഞാൻ പറയുകയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഈ കാര്യം നന്നായിട്ട് പഠിക്കണം, ഈ റൂള് നന്നായിട്ട് പഠിക്കണം, വരച്ചിട്ട് പഠിച്ചോണം എന്ന് നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതൊരു കളർ വേരിയേഷനായി കൊണ്ട് നിങ്ങൾ അതിനെ വരച്ചിടാറുണ്ട്. ചുമന്ന ലെറ്ററിൽ എഴുതിയിടുക, കോളം വരച്ചിടുക. അപ്പോൾ റെഡ് ലെറ്റർ ഡേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ നമ്മളങ്ങനെ ചെയ്യുന്നത്, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. റെഡ് ലെറ്റർ ഡേ മീൻസ് ഇമ്പോർട്ടൻ്റ് ഡേ, അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ, അല്ലെങ്കിൽ ഹാപ്പി ഡേ. നമുക്ക് വളരെ സന്തോഷമുള്ള ഓർത്തിരിക്കുന്ന ദിവസങ്ങളെയൊക്കെ റെഡ് ലെറ്റർ ഡേ എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞോണം, നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങളെ സംബന്ധിച്ചിട്ട് അത് റെഡ് ലെറ്റർ ഡേ ആണ് ഇല്ലേ. നിങ്ങൾ ഭാര്യമാരത് ഓർത്തിരിക്കാറുണ്ട്, ചേട്ടാ അന്നേ മറന്ന ഡേറ്റ് ഇല്ലേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ, മറക്കൂലല്ലോ. അടുത്താണ് റെഡ് അലേർട്ട്. ഇപ്പോൾ നോക്കിയാണ്, ഇപ്പോൾ ഡാമിൻ്റെയൊക്കെ കാര്യത്തിൽ മഴയൊക്കെ കൂടുന്ന സമയത്ത് ഗവൺമെൻറ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായി, ഇപ്പോൾ ആറിൻ്റെ അല്ലെങ്കിൽ നദികളുടെ തീരത്ത് നിന്നൊക്കെ ആളുകൾ മാറി താമസിക്കുക റെഡ് അലേർട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ തന്നെ താമസിക്കാനാണോ, സ്ട്രിക്റ്റ് വാർണിംഗ് ആണ് നൽകുന്നത്. റെഡ് അലേർട്ട് സ്ട്രിക്റ്റ് വാർണിംഗ്, കർശന നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഇല്ലേ. പോകരുത്, അരുത്, സ്ട്രിക്റ്റ് വാർണിംഗ്. അപ്പോൾ 2 പറ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ഡേ, അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ, അല്ലെങ്കിൽ ഹാപ്പി ഡേ. ഇനി റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. അടുത്ത് നോക്കിയേ, ടു സീ റെഡ്. നിങ്ങൾ നോക്കിയോണേ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇതിലൊരാളോട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് ആ പുള്ളിക്കാരത്തിയുടെ മുഖമൊക്കെ അങ്ങ് കയറി ചുമന്ന് എന്ത് ചെയ്യുന്നോടെ കണ്ണൊക്കെ തള്ളി. അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടായി, പറഞ്ഞത് ഇഷ്ടപ്പെട്ടാ ഇല്ല, എന്ത് ചെയ്യുന്നോടെ. അപ്പോൾ നിങ്ങൾ ആ മുഖത്ത് ചുവപ്പ് കണ്ടു, ടു സീ റെഡ് മീൻസ് എന്താ ഉണ്ടായി, പുള്ളിക്കാരത്തേക്ക് എന്ത് വന്നു, ദേഷ്യം വന്നു. അപ്പോൾ ടു സീ റെഡ് എന്ന് പറഞ്ഞാൽ ബിക്കം ആംഗ്രി. ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി, ദേഷ്യം കാണിക്കുക, ബിക്കം ആംഗ്രി. ഓക്കെ, അടുത്ത് നോക്കിയാണ് റെഡ് ഇങ്ക്, അതുപോലെ ഇൻ ദി റെഡ്. രണ്ടും ഒരുമിച്ച് പഠിക്കണം, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. കുട്ടികളെ, നമ്മൾ സ്കൂളിലൊക്കെ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും പരീക്ഷ എഴുതുന്ന തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ആൺകുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ പറയും സാർ എഴുതി കഴിഞ്ഞെന്ന് പറയും, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അപ്പോൾ സാറ് പറയും വിടില്ല, കാരണം ഇംഗ്ലീഷ് പരീക്ഷയാണ് നടത്തുന്നത് കേട്ടോ, വിടില്ല. ഒരു പുണ്ണാക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, ഇപ്പോൾ എഴുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ പേപ്പർ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്താണ് എഴുതുന്നതെന്ന് അവർക്കും അറിയാം, ദൈവത്തിനും അറിയാം. എന്ത് ചെയ്യുന്നോടെ, എഴുതിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യുന്നു, ഇപ്പം പയ്യന്മാർ 2 പേപ്പറിൽ എഴുതി കൊടുക്കും, പെൺപിള്ളേരാണെങ്കിൽ 15 പേപ്പറിൽ എഴുതി കൊടുക്കും. മാർക്ക് വരുമ്പോൾ ചെറുക്കന് 25 മാർക്ക്, പെണ്ണിന് 15 മാർക്ക്, 15 പേപ്പറിൽ എഴുതിയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരു 5 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇപ്പം പെൺപിള്ളേരെ എഴുതുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നോടെ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നു, അതെല്ലാം ടീച്ചർ അടിവരെ ഇടുന്നു. റെഡിങ് കൊണ്ട് അടിവരെ ഇടുന്നു. 5 മാർക്കിൻ്റെ ചോദ്യം അടിവരെ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്, അത് തെറ്റുണ്ട് അതിൽ ഇല്ലേ. അപ്പോൾ അടിവരയിട്ട് 5 എന്നുള്ളത് 4 ആയി, 3 ആയി. അടിവരെ ഇടുന്നതിനനുസരിച്ച് നമ്മളെ മാർക്ക് എന്ത് ചെയ്തു കുറഞ്ഞു പോകുന്നു. എന്നിട്ട് ടീച്ചർ പേപ്പർ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം കൊണ്ട് പറയും, മേലാൽ ഇമ്മാതിരി എഴുതി വെക്കരുതെന്ന് പറയും, എൻ്റെ 2 പേനയാണ് തീർന്നതെന്ന് പറയും ഇല്ലേ. ഇപ്പോൾ റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ ഓരോ വരയ്ക്കും കടം പോവുകയാണ്, മാർക്ക് ഇങ്ങനെ കടം പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് ഇങ്ക് അല്ലെങ്കിൽ ഇൻ ദി റെഡ്, ഡെപ്റ്റ് കടം കയറുക, കടം പെരുക്കുക, കടം. അപ്പോൾ റെഡ് ഇങ്ക് അതേപോലെ ഇൻ ദി റെഡ്, രണ്ടിൻ്റെ അർത്ഥം എന്താണ്, ഡെപ്റ്റ് കടം കയറുക. ഇനി നിങ്ങളോട് സുഹൃത്തുക്കൾ പൈസയൊക്കെ ചോദിക്കാൻ നിങ്ങൾ പറയണം, ആളെ ആ ഇൻ ദി റെഡിലാണെന്ന് പറയും. എന്ത് ചെയ്യുന്നൂടെ, കടം കയറി മുടിഞ്ഞ് നിൽക്കുകയാണ് ഇല്ലേ. അപ്പോൾ റെഡ് ഇങ്ക് ഇൻ ദി റെഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷാ പേപ്പറിൽ വരയിട്ട് വെച്ചിരിക്കുന്നു, കടം കൊടുക്കുക, ഡെപ്റ്റ്.
ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ റെഡ് കാർപ്പറ്റ്. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? തറവിരി. നിങ്ങളെ വീട്ടിലേക്ക് തറവിരി ഇട്ടിട്ടുണ്ടല്ലോ, മാറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. എന്താണ് മാറ്റ് ഇട്ടിരിക്കുന്നത്? പറഞ്ഞോ, എന്താണ് മാറ്റ് ഇട്ടിരിക്കുന്നത്? എന്ത് ചെയ്യുന്നോടെ? നല്ലതാണ് ഇട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നോടെ ഒരു ചേട്ടൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നോടെ വല്ല പേശയോ അങ്ങനെ വല്ലതും ഇട്ടിട്ടുണ്ടായിരിക്കാം. പഴയ തുണികളായിരിക്കാം, അല്ലെങ്കിൽ പിള്ളേരെ ഉടുപ്പ് നിക്കറൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നോടെ മാറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബെഡ്ഷീറ്റ് എന്തായിരിക്കും കുട്ടികളെ? പഴയ ബെഡ്ഷീറ്റ് ആയിരിക്കും, പഴക്കം ചെന്ന ബെഡ്ഷീറ്റ്. വീട്ടിലെ പാത്രങ്ങളൊക്കെ ആണെങ്കിലാ എന്നോ കാലാധിക്യം ബാധിച്ച പാത്രങ്ങളാണ് കിടക്കുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ബന്ധുക്കളൊക്കെ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞു, ഇതൊക്കെ എടുത്ത് മാറ്റൂലേ കുട്ടികളെ? ഈ തറയിൽ കിടക്കുന്ന മാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ മാറ്റ് വിരിക്കും, ബെഡ്ഷീറ്റ് പുതിയത് വിരിക്കും, പുതിയ പാത്രങ്ങൾ എടുത്ത് വയ്ക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്ത് ചെയ്യുന്നോ? അപ്പോൾ ബന്ധുക്കളൊക്കെ വന്നു, നമ്മളെ ചവിട്ടാൻ സമ്മതിക്കൂല, മാറ്റിൽ നമ്മളെ ചവിട്ടാൻ സമ്മതിക്കൂല. ബന്ധുക്കളൊക്കെ പോയി വീണ്ടും എന്ത് ചെയ്യും? ഇതിനെല്ലാം പൊതിഞ്ഞങ്ങ് വെച്ചിട്ട് വീണ്ടും പഴയ ദാരിദ്ര്യം പിടിച്ച സാധനങ്ങൾ തന്നെ പറക്കിയിടും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല, വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി സാധനങ്ങൾ ഇത്. റെഡ് കാർപ്പറ്റ്, പുതിയ കാർപ്പറ്റൊക്കെ വിരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാൻഡ് വെൽക്കം, ഹാർദരമായി സ്വാഗതം ചെയ്യും. ഈ വീട്ടുകാർ പോയിട്ട് പറയും, വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം എന്ത് വിലപിടിപ്പുള്ളതാണ്, പക്ഷെ ഒളിഞ്ഞു വന്ന് നോക്കണം, ദാരിദ്ര്യം പിടിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ റെഡ് കാർപ്പറ്റ് മീൻസ് ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം, ഹാർദരമായി സ്വാഗതം ചെയ്യുക. ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ കുട്ടികളെ, റെഡ് കാർപ്പറ്റ് ഗ്രാൻഡ് വെൽക്കം. ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്കൊക്കെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്തു. ഗ്രാൻഡ് വെൽക്കം, ഹാർദരമായി സ്വാഗതം ചെയ്യുക. അല്ലാണ്ട് മാറ്റ് ചുരുട്ടി കയ്യിൽ കൊടുത്തെന്നാണോ? ഇല്ല, ഗ്രാൻഡ് വെൽക്കം. പറഞ്ഞേ, റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? ഇമ്പോർട്ടൻ്റ് ഡേ അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്, റെഡ് അലേർട്ട്. ഇപ്പം പെൺകുട്ടികളൊക്കെ പറയും, അച്ഛൻ വീട്ടിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നോടെ? സ്ട്രിക്റ്റ് വാർണിംഗ്. ടു സീ റെഡ് എന്ന് പറഞ്ഞാലോ ബിക്കം ആംഗ്രി. റെഡ് ഇങ്ക്, ഇന്ത് റെഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടായി? നമ്മളെ പരീക്ഷാ പേപ്പർ ഓർക്കാൻ പറഞ്ഞു ഇല്ലേ? ഇംഗ്ലീഷ് പരീക്ഷയുടെ പേപ്പർ എന്ത് ചെയ്യുന്നുള്ളൂ? ഡെപ്റ്റ്, കടം കൊടുക്കുക, മാർക്ക് മൊത്തവും പോയി. ഇനി റെഡ് കാർപ്പറ്റ്, ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. ഓക്കെ, അടുത്ത റെഡ് ടേപ്പിസം. റെഡ് ടേപ്പിസം പഠിച്ചോണം കുട്ടികളെ. നിങ്ങൾ നാളെ ഒരു കാലത്ത് സർക്കാർ സർവീസിലേക്ക് കയറിയെന്ന് വെച്ചോണം കേട്ടോ. നിങ്ങളെല്ലാവരും കയറിയെന്ന് വെച്ചോന്നല്ല, കയറി. അപ്പോൾ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് കയറിയത് കേട്ടോ. ഫ്രണ്ടിൽ സർക്കാരിൻ്റെ, കേരള സർക്കാർ എന്ന് എഴുതിയ ഫയൽ വന്നു. റെഡ് ടേപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് കണ്ട. ഒരു ടേപ്പ് നാട ഇങ്ങനെ എന്ത് ചെയ്യും? ചുമന്ന ഒരു നാട വെച്ചിട്ട് മറച്ചിട്ട് എന്ത് ചെയ്യുന്നൂടെ? സർക്കാർ, കേരള സർക്കാർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കണ്ടല്ല, നമ്മളത് എടുത്തിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു നെടുവീർപ്പൊക്കെ ഇടും, ഒരു ആശ്വാസം. കണ്ട, നമ്മളെ കഷ്ടപ്പാടാണ് ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഫയൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പെൻഷൻ്റെ ഫയലാണ്. എന്ത് ചെയ്യുന്നോടെ? കാലമാടൻ്റെ പെൻഷൻ്റെ ഫയൽ പറയുമല്ല. എന്ത് ചെയ്യുന്നോടെ? അല്ലെങ്കിൽ അങ്ങേരെ ഫയൽ കുറേ കഷ്ടപ്പെടുത്തിയതാണ്, അങ്ങേര് പഠിപ്പിച്ച് കഷ്ടപ്പെടുത്തിയതാണ് ഇല്ലേ? അത് പറഞ്ഞിട്ട് എൻ്റെ ഫയൽ, പെൻഷൻ്റെ ഫയലാണ്. ഒപ്പിടുവോ കുട്ടികളെ? എനിക്കിന്നൊരു മൂടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. കാരണം ഗവൺമെൻറ് സർവീസിലാണ് നിങ്ങളാണ് പവർ അതോറിറ്റി എന്ന് പറയും. ഞാനാണെങ്കിൽ എൻ്റെ പൊന്നു വെച്ച് ഒന്ന് ഒപ്പിട്ട് തരാൻ പറയും. ഇല്ല, ഇന്ന് പറ്റൂല, കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. നീ 2-3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ? അതിനെ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി കൊണ്ടുപോകാം. കാരണം നിങ്ങൾ സർക്കാർ ജീവനക്കാരാണ്. ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി കയറി നടക്കും അല്ലേ? നിങ്ങളെ പണ്ട് ഞാൻ പഠിപ്പിച്ച് കഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി കയറി നടക്കും അല്ലേ? റെഡ് ടേപ്പ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഫയലുകളിൽ നിന്ന് എത്ര ദിവസം വേണോ ഡിലേ അടിപ്പിക്കാം അല്ലേ? റെഡ് ടേപ്പ് ഇട്ട ഫയൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണോ ഡിലേ അടിപ്പിക്കാം. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡിലേ. എന്ത് ചെയ്യുന്നോടെ? അപ്പോൾ നമ്മൾ താമസം പിടിപ്പിക്കാന്ന് പറയില്ല, ഒഫീഷ്യൽ ഡിലേ പറഞ്ഞു നോക്കിയേ. റെഡ് ടേപ്പിസം, ഒഫീഷ്യൽ ഡിലേ അല്ലെങ്കിൽ റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാലും മതി. അടുത്ത് നോക്കിയോണേ, എന്ത് ചെയ്യുന്നു? അപ്പോൾ റെഡുമായി ബന്ധപ്പെട്ട ഇഡിയംസ് എത്രയെന്ന് പറഞ്ഞു നോക്കിയേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഇമ്പോർട്ടൻ്റ് ഡേ അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ അല്ലെങ്കിൽ ഹാപ്പി ഡേ. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. ടു സീ റെഡ് എന്ന് പറഞ്ഞാലോ ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി. ടു സീ റെഡ് ബിക്കം ആംഗ്രി. അതേപോലെ റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലോ റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്. ഇന്ത് റെഡ് എന്ന് പറഞ്ഞാലും ഡെപ്റ്റ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? റെഡ് അലേർട്ട്, സ്ട്രിക്റ്റ് വാർണിംഗ്. അത് പറഞ്ഞിരുന്നു. റെഡ് എന്ത് ചെയ്യുന്നു? ഇന്ത് റെഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത് റെഡ് എന്ന് പറഞ്ഞാലും ഡെപ്റ്റ്. റെഡ് കാർപ്പറ്റ് വാം വെൽക്കം അല്ലെങ്കിൽ ഗ്രാൻഡ് വെൽക്കം. റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കം എന്ത് ചെയ്യുന്നുണ്ട്? ഒഫീഷ്യൽ ഡിലേ. ഇനി ഒരു റെഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇഡിയം കൂടെ ഉണ്ട്. അതിനകത്ത് ഉണ്ടെന്നറിയില്ല, നോക്കാം നമുക്ക്. എന്ത് ചെയ്യുന്നൂടെ? ഉൾപ്പെടുത്തിയാന്നറിയില്ല ഞാൻ. നോക്കിയേ, ടു പെയിൻറ്റ് ദ ടൗൺ റെഡ്, ഇങ്ങനെയാണ് വരുന്നത്. ടു പെയിൻറ്റ് ദ ടൗൺ റെഡ്. നമുക്ക് ഓർമ്മയിലിരുന്നാൽ മതി. ടു പെയിൻറ്റ് ദ ടൗൺ റെഡ്. കുട്ടികളെ, നിങ്ങളെ വീട് പെയിൻറ്റ് ചെയ്യണമെന്ന് വെച്ചോണം കേട്ടോ. നിങ്ങളെ വീട് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞാണ്. എന്താണെന്ന് ചോദിക്കും? നിങ്ങളെ വീടൊക്കെ പെയിൻറ്റ് ചെയ്യണം, മോടി പിടിപ്പിക്കുകയാണ്, പെയിൻറ്റ് ചെയ്യണം, ചുവന്ന പെയിൻറ്റൊക്കെ അടിക്കുകയാണെന്ന് വെച്ചോ. ആൾക്കാർ എന്താണെന്ന് ചോദിക്കും?
അത് തന്നെ, കല്യാണമായോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യുന്നോടെ? ആ വീട്ടിലൊരു കുഞ്ഞു പയ്യനാണ് ഉള്ളതെന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്താണ്? കല്യാണം വല്ലതും ആയാന്ന് ചോദിക്കും, ഇല്ലേ? അപ്പോൾ ആൾക്കാരുടെ ചിന്ത പെയിൻറ് ചെയ്യണത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ സെലിബ്രേഷൻ അല്ലേ? ആഘോഷിക്കാനാണെന്നാണ്. ഇപ്പോൾ ടു പെയിൻറ് ദ ടൗൺ എന്ന് പറഞ്ഞാൽ ടു സെലിബ്രേറ്റ് എന്നാണ് കേട്ടോ. ടു പെയിൻറ് ദ ടൗൺ മീൻസ് ടു സെലിബ്രേറ്റ്. നമുക്ക് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. ടു പെയിൻറ് ദ ടൗൺ മീൻസ് ടു സെലിബ്രേറ്റ് എന്നാണ് കേട്ടോ. ടു പെയിൻറ് ദ ടൗൺ റെഡ്. ടു പെയിൻറ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായി? സെലിബ്രേറ്റ് ചെയ്യുക, നമ്മൾ ആഘോഷിക്കുക കേട്ടോ. ടു സെലിബ്രേറ്റ്. ഓക്കെ, അതിനകത്ത് ഉണ്ടോന്ന് നോക്കാം നമുക്ക്. അടുത്ത് നോക്കിയേ, വൈറ്റ് എലിഫൻ്റ് ഉണ്ട്, പിങ്ക് എലിഫൻ്റ് ഉണ്ട്. കുട്ടികളെ നോക്കിയാണേ, വൈറ്റ് എലിഫൻറ്റ്, ഒരു വെളുത്ത ആന ഉണ്ടെന്ന് നോക്കി. നിങ്ങൾ വെള്ളാനകളുടെ നാട് സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് വൈറ്റ് എലിഫൻ്റ് ആരാണ്? മോഹൻലാൽ എന്ന് പറയുന്നു. പിന്നെ ആരാണ്? പപ്പു എന്ന് പറയാം, പലതും പറയാറുണ്ട്. പക്ഷെ വൈറ്റ് എലിഫൻ്റ് അതിനകത്ത് ഞാൻ പറയും റോഡ് റോളറാണെന്ന് പറയും കേട്ടോ. റോഡ് റോളർ കണ്ടിട്ടുണ്ടാകും. താമരശ്ശേരി ചുരം തുപ്പൂരും കൂടെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന്? മതിലെന്ത് ചെയ്യുന്നുണ്ടാ, വീടിനും കൂടെ പൈസ കൊടുക്കേണ്ടി വന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. റോഡ് റോളറിൻ്റെ പ്രത്യേകത പറഞ്ഞാണ് കുട്ടികളെ. എന്താണ് പ്രത്യേകത? അത് വർക്ക് ചെയ്യുമോ? ഇല്ല. അതിനെ കൊണ്ടുപോകണ ഭയങ്കര ചിലവല്ലേ? കണ്ടാ, ചിലവല്ലേ? അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെളുത്ത ആന ഉണ്ടെന്ന് വെച്ചോണം കേട്ടോ. അതിനെ നമ്മൾ തടി പിടിക്കാൻ കൊണ്ടുപോകുമോ? ആനയെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിലവുള്ള പരിപാടിയല്ലേ പിള്ളേരെ? എന്നാൽ ഉപയോഗമൊന്നുമില്ല എന്തായാലും, അല്ലേ? അപ്പോൾ റെയർ ആയിട്ടുള്ള സാധനമാണ്. റെയറാണ്, യൂസ്ലെസ് ആണ്, ഹൈ മെയിൻ്റെനൻസ്. വൈറ്റ് എലിഫൻറ്റ് റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്. നമ്മളെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യുന്നോടെ? വീട്ടുകാർ ചിലവിന് തരുന്നു. എന്ത് ചെയ്യുന്നോടെ? പണിക്ക് പോകുന്നില്ല, വീട്ടിൽ തിന്നും കുടിച്ചും കിടക്കുന്നു. റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. അച്ഛൻ തന്നെ പറയും, അള്ളാ ചെറുക്കനെയൊക്കെ തീറ്റിപ്പോരുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പാടാണ് പറയില്ലേ? റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. മറക്കൂലല്ലോ. അപ്പോൾ വൈറ്റ് എലിഫൻറ്റ്. ഇനി ഞാൻ ചില സുഹൃത്തുക്കൾ കാണും നമുക്ക്. എന്ത് ചെയ്യുന്നോടെ? നമ്മൾ പറയില്ലേ റെയറാണ്, എന്നാൽ ഒരു ഉപയോഗമില്ല, നമ്മൾ സഹായത്തിന് വിളിച്ചാൽ വരത്തില്ല. എന്ത് ചെയ്യുന്നോടെ? എന്നാൽ ഹൈ മെയിൻ്റെനൻസ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ തിന്നണ തീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി തിന്നും, അല്ലേ? റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. എന്നാൽ പിങ്ക് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ, ഈ പിങ്ക് എന്ന് പറയുന്ന കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിങ്ക് കളറ് ലബോറട്ടറികളിലൊക്കെ വിഷത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. ഈ പിങ്ക് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്റ്റ് കേട്ടോ. പിങ്ക് എലിഫൻ്റ് ഡ്രഗ് അഡിക്റ്റ്. ഇപ്പോൾ ഡ്രഗ്, കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യത്തിനൊക്കെ അടിമയായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിങ്ക് എലിഫൻ്റ് എന്ന് പറയാം. സുഹൃത്തുക്കളൊക്കെ ചേർത്തിരുത്താണ് ഹീസ് എ പിങ്ക് എലിഫൻ്റ്, ഡ്രഗ് അഡിക്റ്റ്. നിങ്ങൾ മറ്റേ തിളക്കം സിനിമ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? തിളക്കം സിനിമ. അതിനകത്ത് കഞ്ചാവ് കൊടുത്താൽ ദിലീപിൻ്റെ ഭ്രാന്ത് കൂടുമെന്ന് പറയും, ഇല്ലേ? ആര് കൊടുക്കും? അളിയൻ. ആരാണ് അളിയൻ? സലീം കുമാർ. കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ കഞ്ചാവ് വലിക്കുന്ന സമയത്ത് സലീം കുമാർ എന്ത് ചെയ്യുന്നുണ്ടോ? ദിലീപ് ഇംഗ്ലീഷ് പറയും. അപ്പോൾ സലീം കുമാറിന് കേട്ടിട്ട് കൊള്ളാമല്ല, ഇത് നേരത്തെ വലിച്ചിരുന്നെങ്കിൽ ഞാനും പണ്ടേ ഇംഗ്ലീഷ് പറഞ്ഞു, ചറപ്പറ ഇംഗ്ലീഷ് പറയാൻ എടുത്തു വെച്ച് വലിച്ചു കൊടുക്കും. എന്ത് ചെയ്യുന്നുണ്ട്? കഞ്ചാവ്. എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കും. കിളി പോയി ഇരിക്കുന്നുണ്ടോ? പിങ്ക് എലിഫൻറ്റ്. എന്ത് ചെയ്യുന്നോടെ? മീൻസ് ഡ്രഗ് അഡിക്റ്റ്. എന്ത് ചെയ്യുന്നോടെ? കിളി പോയി എന്ത് ചെയ്യുന്നോടെ? നമ്മൾ അവസാനം എന്ത് ചെയ്യും? ഇത് ആരാണെന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവസാനം അടി കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പിങ്ക് എലിഫൻറ്റ് ഡ്രഗ് അഡിക്റ്റ് കേട്ടോ. പിങ്ക് എലിഫൻറ്റ് ഡ്രഗ് അഡിക്റ്റ്. പറഞ്ഞേ, റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, റെഡ് അലേർട്ട്, സ്ട്രിക്റ്റ് വാർണിംഗ്, ടു സീ റെഡ്, ബിക്കം ആംഗ്രി, ഇൻ ദി റെഡ്, എന്ത് ചെയ്യുന്നോടെ? ഡെപ്റ്റ്. അതേപോലെ റെഡ് ഇങ്ക്, ഡെപ്റ്റ്, റെഡ് കാർപ്പറ്റ്, ടു പെയിൻറ് ദ ടൗൺ, റെഡ് കാർപ്പറ്റ്, വാം വെൽക്കം, ടു പെയിൻറ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ പെയിൻറ് ചെയ്യുന്നതിനാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യും? ടു സെലിബ്രേറ്റ്. റെഡ് ടൈപ്പിസം, ഒഫീഷ്യൽ ഡിലേ, വൈറ്റ് എലിഫൻറ്റ്, എന്ത് ചെയ്യുന്നുണ്ട്? റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. പറഞ്ഞു നോക്കണം നിങ്ങൾ എന്നോടൊപ്പം. പിങ്ക് എലിഫൻറ്റ് ഡ്രഗ് അഡിക്റ്റ്. അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുട്ടികൾ നമ്മളൊക്കെ സ്കൂളിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡിലല്ലേ വെള്ള ചോക്ക് കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു രീതി സ്കൂളുകളിൽ കൊണ്ടുവന്നത്? നിങ്ങൾ തന്നെ പറ. ടീച്ചർമാർ എഴുതുന്നത് ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ കാണുമ്പോൾ തന്നെ ബാക്കിലിരിക്കുന്ന കുട്ടികളും കാണും, നല്ല ഭംഗിയിൽ കാണൂലേ? അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻ എഴുതാനല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്നത്? അത് തന്നെയാണ് റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. ഓക്കെ, അപ്പം ബ്ലാക്ക് ബോർഡ് ഓർമ്മയില്ലെന്നാൽ മതി, എഴുതാനാണ്, വളരെ ബ്രൈറ്റ് ആയിട്ട് എഴുതാനാണ്. റിട്ടൺ ഫോം അല്ലെങ്കിൽ ഓർ വെരി ബ്രൈറ്റ്, രണ്ട് മീനിങ് ഉണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാം, ഹാപ്പി ഡേ എന്ന് പറയാം, മെമ്മറബിൾ ഡേ എന്ന് പറയാം. ഇനി റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ്. ഓക്കെ, ടു സീ റെഡ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ? ടു സീ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കും മുഖം ചുമന്നു വന്നു എന്ന് പറഞ്ഞാൽ ബിക്കം ആംഗ്രി. അതേപോലെ റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാലോ റെഡ് ഇങ്ക്, പരീക്ഷ പേപ്പർ ഓർക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യുന്നൂടെ? ഡെപ്റ്റ്, കടം. ഇനി അടുത്ത ഇന്ത്യ റെഡ് എന്ന് പറഞ്ഞാലും
ഡെപ്റ്റ്. ഇനി അതേപോലെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ, റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കാർപ്പറ്റ്, തറവേരി റെഡ് കാർപ്പറ്റ്, ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം. ഓക്കെ, ഈ രാജകൊട്ടാരത്തിലൊക്കെ റെഡ് കാർപ്പറ്റ് ഇട്ട് കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ സാധാരണക്കാരി നടന്നില്ലാണ്, ഇല്ല, വലിയ വലിയ ആൾക്കാർ വരാൻ. റെഡ് കാർപ്പറ്റ്, ഗ്രാൻഡ് വെൽക്കം. അതേപോലെ റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാലാ ഒഫീഷ്യൽ ഡിലേ. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ റയർ, യൂസ്ലെസ്, അതേപോലെ വെരി എക്സ്പെൻസീവ്, ഹൈ മെയിൻ്റെനൻസ്. വെരി എക്സ്പെൻസീവ്, റയർ എന്താണ് യൂസ്ലെസ്, ഹൈ എക്സ്പെൻസീവ് അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ്. പിങ്ക് എലിഫന്റ് ഡ്രഗ് അഡിക്റ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. ക്ലിയർ ആണോ കുട്ടികളെ? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കുന്ന കളറാണ് നോക്കിയേ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. കുട്ടികളെ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ നിങ്ങളടുത്ത് പറയാണ്, ആ റോഡ് ഉത്സവത്തിന് പോയപ്പം ഞാൻ അവിടെ കിടന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അടിയാണ് കൊണ്ടത്. എന്ത് ചെയ്യുന്നോടെ? അത് എവിടെ നിന്നൊക്കെയാണ് അടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിഞ്ഞൂടെ. എന്താണ് വളരെ പലതവണ, സെവറൽ ടൈം. ബ്ലാക്ക് ആൻഡ് ബ്ലൂ മീൻസ് സെവറൽ ടൈം, പലതവണ. അതുപോലെ ഒരർത്ഥങ്ങളുണ്ട്. നമുക്ക് ഈ മുറിവിൻ്റെയൊക്കെ സ്കാർ, മുറിവിൻ്റെയൊക്കെ പാട് വന്നു കഴിഞ്ഞാൽ മായാതെ കിടക്കുന്ന പാടുണ്ടല്ലോ, ബേണായ മുറിവിൻ്റെ പാട്, മുറിവിൻ്റെയൊക്കെ പാടുകൾ, മായാത്ത മുറിവുപാടുകൾ, അതിനെയും ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയാം കേട്ടോ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ സെവറൽ ടൈം അല്ലെങ്കിൽ മുറിവിൻ്റെയൊക്കെ പാടെന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുന്നോടെ, ബ്ലൂ ബ്ലഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടായേ, മുമ്പ് പഠിച്ച ഒരു വീഡിയോ ആണ്. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയൽ ഫാമിലി മെമ്പർ. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പർ. എന്നാ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചേട്ടൻ്റെ അടുത്തൊക്കെ പിണങ്ങൂല്ലേ, പിണങ്ങുമ്പം വാട്സപ്പ് DP ഒക്കെ എന്ത് ചെയ്യുമ്പോഴേ നിങ്ങൾ ചെയ്യുന്നത് പൊതുവേ ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മൾ വേണമെങ്കിൽ കറുത്ത DP അടിച്ചിടും, എന്ത് ചെയ്യുന്നോടെ DP അടിച്ചിടും, എന്ത് ചെയ്യുന്നോടെ. പിന്നെ കുറേ സാഡ് കോട്ട്സ് എന്ത് ചെയ്യുന്നു, ഫ്രണ്ട്സുമായിട്ടൊക്കെ പിണങ്ങും, സാഡ് കോട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോടെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. ഫീൽ ബ്ലൂ ബിക്കം സാഡ്, സങ്കടപ്പെടുക. ഫീൽ ബ്ലൂ ബിക്കം സാഡ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ മീൻസ് സെവറൽ ടൈം അല്ലെങ്കിൽ ബേൺ ആയ മുറിവിൻ്റെ പാടുകൾ. ഇനി അടുത്ത ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാലോ, ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാലോ ബിക്കം എന്ത് ചെയ്യുന്നൂടെ, സാഡ്, ബിക്കം സാഡ്. അതുപോലെ ബ്ലൂ മൂൺ. നോക്ക്, ബ്ലൂ മൂൺ. നിങ്ങളിപ്പോൾ ഡെയിലി ഒരു ദിവസം ഇന്നിപ്പോൾ നിങ്ങളുടെ ചേട്ടൻ വന്നിട്ട് പറയുകയാണ്, എന്താന്ന് പറയുന്നു, എടി നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. എന്ത് ചെയ്യുന്നോടെ, ഇന്നേ വരെ വാങ്ങി തന്നിട്ടില്ല. എന്ത് ചെയ്യുന്നോടെ, അപ്പോൾ എന്ത് ചെയ്യുന്നോട് നിങ്ങൾ പറയുന്നത്, ഇത് എന്ത് പറ്റി, ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ എന്ന് പറയുന്നു. സത്യത്തിൽ ചേട്ടൻ നിങ്ങൾ വച്ച് കൊടുക്കണത് മടുത്തെറ്റുന്ന് പോയി പുറത്തുനിന്നെങ്കിലും കഴിക്കാമെന്ന് പറയണം. എന്ത് ചെയ്യുന്നോടെ, നിങ്ങളത് മനസ്സിലാക്കിയില്ല. അപ്പോൾ ബ്ലൂ മൂൺ മീൻസ് റയർ ഇവൻറ്റ്, വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവൻറ്റ്, വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ബ്ലൂ മൂൺ റയർ ഇവൻറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ ചേട്ടൻ ഒരു സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, അപ്പോൾ നമുക്ക് എന്താ പറയാം, ബ്ലൂ മൂൺ. ഇതെന്ത് പറ്റി, റയർ ഇവൻറ്റ്, വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ. ബ്ലൂ മൂൺ റയർ ഇവൻറ്റ്. അല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ ഇരുന്ന് ചിരിക്കുന്നു, വീട്ടുകാർ ഫാമിലിയോട് ഒത്തിരുന്ന് ചിരിക്കുന്നു. ഇതെന്ത് പറ്റി, കല്യാണം കഴിഞ്ഞ ശേഷം മനുഷ്യൻ ചിരിച്ചിട്ടേ ഇല്ല, ഇപ്പം ചിരിച്ചു. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവൻറ്റ്. ഓക്കെ, അടുത്ത ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് എന്ത് ചെയ്യുന്നൂടെ, അൺഎക്സ്പെക്റ്റഡ്. ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായിട്ട്. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കണേ, ഇപ്പോഴൊക്കെ സർപ്രൈസ് കൊടുക്കുന്ന കാലമാണ് ഇല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ, എവിടെയെങ്കിലും ജോലിക്കോ പഠിക്കാനോ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിരിക്കുന്നു ഗൾഫിൽ നിന്ന്, പറഞ്ഞില്ല. എന്ത് ചെയ്യുന്നവരുടെ സിറ്റ് ഔട്ടിലിരിക്കുന്നു, കണ്ണുകളിൽ ബോധം പോയി താഴെ വീണു. കണ്ടില്ലേ, നിങ്ങൾ തന്നെ ബോധം പോയി താഴെ വീണു, അതോ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. ഔട്ട് ഓഫ് ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു. അതേപോലെ ട്രൂ ബ്ലൂ. അടുത്താണ് ട്രൂ ബ്ലൂ. ബ്ലൂവിൻ്റെ കുറച്ച് ഇഡിയംസ് ഉണ്ട്. ട്രൂ ബ്ലൂ നോക്കുക, ട്രൂ ബ്ലൂ ക്യാരക്ടർ, ലോയൽ ക്യാരക്ടർ, വിശ്വസനായിട്ടുള്ള ആൾക്കാർ, പെർഫെക്റ്റ് ക്യാരക്ടർ, നല്ല സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ ട്രൂ ബ്ലൂ ക്യാരക്ടർ എന്ന് പറയും. ലോയൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യാരക്ടർ. ട്രൂ ബ്ലൂ, ലോയൽ അല്ലെങ്കിൽ പെർഫെക്റ്റ്. ഒന്നും കൂടെ പറഞ്ഞേ. ഒന്നാമത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സെവറൽ ടൈം, പലതവണ. ആ റോഡിലിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അടിയാണ് എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ പലതവണ. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ഫീൽ ബ്ലൂ ബിക്കം സാഡ്. ബ്ലൂ മൂണ് റയർ ഇവന്റ്. ഔട്ട് ഓഫ് ദ ബ്ലൂ ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്. അതേപോലെ അൺഎക്സ്പെക്റ്റഡ്. ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാലോ റിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ റിയൽ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ, കറക്റ്റ് പെർഫെക്റ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ എന്തെന്ന് പറയാൻ ലോയൽ ക്യാരക്ടർ എന്നൊക്കെ പറയാം. ഇനി ബ്രൗൺ സ്റ്റഡി. കുട്ടികളെ നിങ്ങൾ ബ്രൗൺ സ്റ്റഡി നടത്താറുണ്ടോ? ബ്രൗൺ സ്റ്റഡിയാണ്. ബ്രൗൺ സ്റ്റഡി നടത്താറുണ്ടോ? ഉണ്ട്. ഞാൻ പറയും നടത്തുമോ, നിങ്ങൾ പറയും ചിലപ്പോൾ നടത്തൂലെന്ന്. നിങ്ങളിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു,
ആലോചിക്കുന്നു. എന്ത് ചെയ്യുന്നു? തൂണിൽ ചാരിയിരുന്ന് ആലോചിക്കുന്നു. നിങ്ങളിപ്പം ബാങ്ക് മാനേജറായിട്ട് പോകുന്നതായിട്ട് സ്വപ്നമൊക്കെ കാണുന്നു, അല്ലെങ്കിൽ LD ക്ലർക്കായിട്ട് പോകുന്ന സ്വപ്നമായിട്ട് കാണുന്നത്. രണ്ട് ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നു. കണ്ണു തുറക്കുമ്പോഴത്തേക്ക് അല്ലാതെ അടുക്കളയിലാണല്ലോ ഇരിക്കുന്നതെന്ന് പറയുന്നു. ഡേ ഡ്രീമിങ്, എന്ത് ചെയ്യും? പകൽക്കിനാവ് കാണുക. ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിങ്, പകൽക്കിനാവ് കാണുക. ചിലപ്പോഴൊക്കെ സ്വപ്നം കണ്ട് ചിരിച്ചിരിച്ച് കിടക്കാണ്ടില്ലേ? സ്വപ്നത്തിൽ രാജാവായിട്ട് പോകണ സ്വപ്നം കാണുന്നു. കിടക്കണതാണെങ്കിൽ ഒരു പൊത്ത കട്ടിലാണ് കിടക്കുന്നത്. ബ്ലൂ മൂൺ മീൻസ് ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിങ്. ബ്രൗൺ സ്റ്റഡി എന്ന് പറഞ്ഞോണ്ടേ ഡേ ഡ്രീമിങ്, പകൽക്കിനാവ് കാണുക. ഓക്കെ, അടുത്ത് നോക്കുകയാണെ ഗ്രീൻ ലൈറ്റ്, അതുപോലെ എന്ത് ചെയ്യുന്നു? ഗ്രീൻ തമ്പ്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ഗ്രീൻ ലൈറ്റ് ഗ്രീൻ തമ്പ് പഠിച്ചോണം. ഗ്രീൻ ലൈറ്റ് ഗ്രീൻ തമ്പ്. കുട്ടികൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് റെഡ് ലൈറ്റും കാണിക്കാറുണ്ട്, ഗ്രീൻ ലൈറ്റും കാണിക്കാറുണ്ട്. റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറിനെ സൂചിപ്പിക്കുന്നു. ഗ്രീൻ ലൈറ്റ് എന്തിനാണ്? ഗ്രീൻ ലൈറ്റ് കാണിച്ചത് എന്ത് ചെയ്യുന്നൂടെ? അതായത് അപകടമാണ്, പോകരുതെന്നാണ് റെഡ് ലൈറ്റിൻ്റെ അർത്ഥം. ഗ്രീൻ ലൈറ്റ് കാണിച്ചത് എന്താ ഉണ്ടായി? പൊയ്ക്കോ എന്നാണ് കേട്ടോ, അലോ പെർമിഷൻ ഇല്ലേ? വീട്ടിൽ ഗ്രീൻ ലൈറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒന്നുണ്ടായി, അലോ പെർമിഷൻ, അനുവാദം തരിക. പച്ചക്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഗ്രീൻ ലൈറ്റ് അലോ പെർമിഷൻ, അനുവാദം നൽകുക. ഇങ്ങനെ ഗ്രീൻ തമ്പെന്ന് പറഞ്ഞാലോ പിള്ളേരെ, ഇപ്പോൾ ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നൂടെ? ചില ആൾക്കാർ എന്ത് ചെയ്യുന്നൂടെ? നമ്മൾ പറയില്ലേ, എന്ത് ചെയ്യും? കർഷകരൊക്കെ ഗ്രീൻ തമ്പ് പീപ്പിളാന്ന് പറഞ്ഞു. വൺ ഹു ഡിവോട്ടഡ് ടു കൾട്ടിവേഷൻ, അല്ലെങ്കിൽ ഫാമിങ്ങിലേക്ക് തിരിയുക. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാലും മതി. പച്ചപ്പിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? നമ്മളും പിടിച്ചിരിക്കും. എന്ത് ചെയ്യുന്നൂടെ? അതൊന്നും ചെയ്യുന്നില്ല കർഷകർ. ഗ്രീൻ തമ്പ് ഫാർമേഴ്സ്, ഗ്രീൻ തമ്പ് മീൻസ് ഫാർമേഴ്സ്, അല്ലെങ്കിൽ വൺ ഹു ഡിവോട്ടഡ് ടു കൾട്ടിവേഷനിലേക്ക് തിരിയുന്ന ആൾക്കാർ, ഗാർഡനിങ്ങിലേക്ക് തിരിയുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ ഗ്രീൻ തമ്പ് എന്ന് പറയാം. അടുത്ത് നോക്കിയേ, ഡാർക്ക് ഹോഴ്സ്. കുട്ടികളെ ഈ ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇതിൻ്റെ കളറിൻ്റെ പ്രത്യേകത പറ. ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത പറ. എന്താണ്? ഫിസിക്സ് പരമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഡാർക്ക് കളറ് എല്ലാ വർണ്ണങ്ങളെയും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു അല്ലേ? അത് തന്നെയാണ് എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ചൂടത്തൊക്കെ കറുത്ത ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിഞ്ഞ് പുറത്തുനിന്ന് കയറി വരും. ഇങ്ങോട്ട് ഭയങ്കര ചൂടായിരിക്കും. എല്ലാ വർണ്ണങ്ങളും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു അല്ലേ? മരണ വീട്ടിലൊക്കെ കറുത്ത കൊടിയല്ലേ വയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ വിഷമം ഹൈഡ് ചെയ്യുന്നു, ഭയങ്കര വിഷമമാണ്. അതാ പുള്ളിക്കൊടി വല്ലതും വയ്ക്കുമോ? ഇല്ല. എന്ത് ചെയ്യുന്നൂടെ? നമ്മൾ കറുത്ത കൊടിയാണ് വയ്ക്കുന്നത് ഇല്ലേ? അപ്പോൾ കറുപ്പ് കളർ എന്ന് പറഞ്ഞാൽ എല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. ഈ പെൺകുട്ടികൾ ഓർക്കണം കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നാ കഴിവുള്ള പിള്ളേരാണ്. ഡാൻസിന് ഡാൻസ് ഇല്ലേ, പാട്ടിന് പാട്ട്, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ പരിപാടി കൊണ്ട് എല്ലാത്തിലും ഓടി നടന്ന് പങ്കെടുക്കും. നന്നായിട്ട് ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാം ചെയ്യും, പഠിക്കും. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ അടുക്കളയും ജീവിതമായിട്ട് പോകുന്നു. പാട്ട് പാടുമെന്ന് പോലും അറിഞ്ഞുകൂടാ. കണ്ടിട്ടുണ്ടല്ല? അപ്പോൾ ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലൻറ്റ്, കഴിവുണ്ട് മറച്ചു പിടിക്കുക. ചില ആൾക്കാർക്ക് നല്ല വരയ്ക്കാൻ കഴിവുണ്ട്, വരയ്ക്കൂല. ചില ആൾക്കാർ നന്നായിട്ട് പാടാൻ കഴിവുണ്ട്, പാടൂല. ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, ആരെയും മുമ്പിൽ ഡാൻസ് കളിക്കൂല. നമുക്ക് ഒരു കഴിവുമില്ല, എന്നാലും നമ്മൾ വരയ്ക്കും, എന്നാലും പാടും. മാക്കാ കിടന്ന് പാടും ഇല്ലേ? കിടന്ന് എന്ത് ചെയ്യുന്നോടെ? പാടും. എന്നിട്ട് നമ്മൾ തന്നെ പറയും സൂപ്പർ പാട്ടായിട്ടുണ്ടെന്ന് പറയും ഇല്ലേ? പഠിച്ചോണം. എന്തെന്ന് പറയുക? ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലൻറ്റ്. ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലൻറ്റ്, കഴിവുകൾ മറച്ചു പിടിക്കുക. ഓക്കെ, കഴിവുണ്ടായിട്ട് മറച്ചു പിടിക്കണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞോണ്ടേ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സെവറൽ ടൈം. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയൽ ഫാമിലി. ബ്ലാക്ക് ആൻഡ് എന്ത് ചെയ്യുന്നോടെ? ബ്ലൂ എന്ന് പറഞ്ഞാൽ സെവറൽ ടൈം, അല്ലെങ്കിൽ ഡിസ്കളേർഡ് ഫോർ എന്ത് ചെയ്യുന്നോടെ? ഫ്രം എ ഹിറ്റ് ഓൺ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ, കളർ മാറുക, ശരീരത്തിൻ്റെ കളർ. സ്കാർ എന്ന് പറഞ്ഞാലും സ്കാറും മുറിവിൻ്റെ പാടെന്നാണ് കേട്ടോ. സ്കാർ മുറിപ്പാടുകൾ. ബ്ലൂ എന്ത് ചെയ്യുന്നോടെ? ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്തോടെ? ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. എന്നാൽ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ കൂട്ടല്ലേ? ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ? ബിക്കം സാഡ്. ഫീൽ ബ്ലൂ ബിക്കം സാഡ്. എന്നാൽ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലോ? ബ്ലൂ മൂൺ മീൻസ് റയർ ഇവന്റ്. ചേട്ടൻ്റെ ചിരി. ബ്ലൂ മൂണ് റയർ ഇവന്റ്. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞാലോ? അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി. അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് വരുമ്പോൾ ചേട്ടൻ സിറ്റ് ഔട്ടിരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഈ ഇതൊക്കെ കൊടുക്കുന്നു ഏതടെ? നമ്മുടെ ഈ സർപ്രൈസ് കൊടുത്ത് ചിലവരുടെ കുടുംബം വരെ സർപ്രൈസിൽ തകർന്നു. എന്ത് ചെയ്യുന്നോടെ? ചേട്ടൻ സർപ്രൈസ്. കാരണം സർപ്രൈസ് കൊടുക്കാൻ വന്ന ചേട്ടൻ സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നോടെ? രണ്ടും രണ്ടാവും. ചിലപ്പോൾ സർപ്രൈസ് കൊടുത്ത് അമ്മൂമ്മ തട്ടിപ്പോവും. കാരണം അത്രയും വലിയ ആക്കാതൊന്നും അമ്മൂമ്മയ്ക്ക് താങ്ങാനുള്ള കാര്യം. കിളവി 98 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, കാറ്റടിച്ചാൽ ജീവൻ പോകുമെന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സർപ്രൈസ് കൊടുക്കുക. അതേപോലെ കണ്ണും തള്ളി എന്ത് ചെയ്യുന്നത്? അമ്മൂമ്മ മരിച്ചു. മരിച്ചുപോയി അവർ ആരായിട്ട് പോകും പിള്ളേരെ? കാക്കയായിട്ട് പോകും. എന്ത് കേട്ടോ? മർഡർ കഴിഞ്ഞാൽ കാക്കയായിട്ട് എന്ത് ചെയ്യുന്നോടെ? അമ്മൂമ്മ സർപ്രൈസ്. അമ്മൂമ്മയ്ക്ക് ചെറുമോൻ സർപ്രൈസ് കൊടുത്ത് അമ്മൂമ്മ മരിച്ചുപോയി, അമ്മൂമ്മ കാക്കയായിട്ട് പോയി. നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എൻ്റെ പൊന്ന് സാറേ ഞാനൊരു സർപ്രൈസ് കൊടുത്തതാണെന്ന് പറഞ്ഞു പോയി. കാക്കയുടെ കളക്റ്റീവാണ് പറ പിള്ളേരെ. മർഡർ ഓഫ് ക്രോ
വക്കീലാണെങ്കിലാ മർഡർ ഓഫ് ലോയർ. മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടത്. ഇനി ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാൽ ലോയൽ ക്യാരക്ടർ അല്ലെങ്കിൽ ലോയൽ പേഴ്സൺ, ലോയൽ വിശ്വസനായിട്ടുള്ള ആൾക്കാരെയൊക്കെ, നല്ല ആൾക്കാർ, പെർഫെക്റ്റ് പേഴ്സൺ. ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിങ്, ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിങ്. ഗ്രീൻ ലൈറ്റ് അലോ പെർമിഷൻ, പെർമിഷൻ നൽകുക. ഗ്രീൻ തമ്പ് സ്കിൽ അറ്റ് ഗാർഡനിങ്, ഗ്രീൻ തമ്പ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഗാർഡനിങ്ങിൽ കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വൺ ഹു ഡിവോട്ടഡ് ടു കൾട്ടിവേഷൻ, കൃഷിയിലേക്ക് തിരിയുക, ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലന്റ്, ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലന്റ് മറക്കൂലല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ. ഓക്കെ, അടുത്ത് നോക്കിയേ ഗ്രീൻ ഹോൺ. ഇനി ഗ്രീൻ ഹോൺ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ കേട്ടോ. എന്ത് ചെയ്യാം, അതായത് അധികം പരിചയ സമ്പത്തില്ലാത്ത ആൾക്കാർ, ഇൻഎക്സ്പീരിയൻസ്ഡ്. ഇപ്പം നിങ്ങൾ നോക്കണം, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നു, അടുക്കള നിങ്ങളെ അങ്ങ് ഏൽപ്പിച്ച്, നിങ്ങൾ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ചായ ഇടാൻ പോലും അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യുന്നൂടെ, പഞ്ചസാര ഏതെന്ന് പോലും അറിഞ്ഞുകൂടാ, എന്ത് അവസ്ഥ, ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും, കണ്ടിട്ടുണ്ടോ? ചെറുക്ക ആദ്യത്തെ കുറച്ച് കാലത്തിൽ സൂപ്പർ എന്ന് പറഞ്ഞ് കഴിക്കും, പിന്നെയാണ് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കണ്ടിട്ടുണ്ടായിരിക്കില്ല. സാരമില്ല എന്ന് ആദ്യമൊക്കെ കോംപ്രമൈസിങ് ആണ്, കണ്ടിട്ടുണ്ടല്ലോ. ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ, പരിചയ സമ്പത്തില്ലാത്ത ആൾക്കാർ. ഇപ്പൊ ഗ്രീൻ ഹോൺ മീൻസ് ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അടുത്ത് നോക്കിയാണ് ഗ്രീൻ വിത്ത് എൻവി, അതിനകത്ത് തന്നെ ഉണ്ട് ഗ്രീൻ വിത്ത് എൻവി, ജലസ്, അസൂയ. എൻവി എന്ന് പറഞ്ഞാൽ അസൂയ എന്നല്ലേ കുട്ടികളെ? അപ്പൊ ഗ്രീൻ വിത്ത് എൻവി മീൻസ് ജലസ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒപ്പം ഇരുന്ന് പഠിച്ച ആള് എന്ത് ചെയ്യുന്നോടെ മാർക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് വന്നു, എന്ത് ചെയ്യുന്നോടെ അവര് എന്ത് ചെയ്യും, 1ാം റാങ്ക് നേടി. ഇപ്പം എന്ത് ചെയ്യുന്നോടെ, ഇപ്പം സഹകാരിയിൽ പഠിച്ചു, 1ാം റാങ്ക് നേടി, അവരുടെ ഫോട്ടോ വന്നു, ഇൻ്റർവ്യൂ വന്നു, അവരെ ആശംസിക്കുന്നു. നിങ്ങളാണെങ്കിൽ വന്നതുമില്ല, വന്നതുമില്ല. നിങ്ങൾക്കത് സഹിക്കുമോ? നിങ്ങൾ പറയും അവളെന്തോ ക്വസ്റ്റ്യൻ തിരുത്തി തന്നെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോർത്തി, അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് എന്തോ കൊടുത്ത്, ആ കൊച്ചു കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അസൂയ തോന്നും. അവരുടെ സക്സസ്സിന് നമ്മൾ പറയും ഇല്ല ഇതെന്തോ ക്വസ്റ്റ്യൻ ചോർത്തിയാണ്, എൻ്റെ അത്ര അറിവ് പോലും ആ കൊച്ചിന് ഇല്ലായിരുന്നു, എന്നിട്ട് അവൾക്ക് ഇത്ര മാർക്ക് കിട്ടി, എനിക്ക് ഇതിനേക്കാളും പണ്ടാര അറിവാണ് എൻ്റെ ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയും. അസൂയ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഗ്രീൻ വിത്ത് എൻവി മീൻസ് എന്ത് ചെയ്യും, നമ്മൾ ആലോചിച്ച് നോക്കുക, നിങ്ങളപ്പോൾ ഉള്ള ആൾ എന്ത് ചെയ്യുന്നോടെ, കുറച്ച് നാൾക്ക് ശേഷം കണ്ട് എന്ത് ചെയ്യുന്നോടെ, അവരെന്ത് ചെയ്യും, വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്നു, എന്ത് ചെയ്യുന്നോടെ, വലിയ കാറായി വീടായി ഒക്കെ ആയി. നമ്മളാണെങ്കിൽ ഇപ്പോഴും ദാരിദ്ര്യം പിടിച്ച് കിടക്കും. നമ്മൾ പറയുന്നു കള്ളപ്പണം, അവൻ കള്ളപ്പണമാണ്, എന്ത് ചെയ്യുന്നോടെ, കഷ്ടപ്പെട്ടേ അല്ല, കള്ളപ്പണമാണ്, എന്ത് ചെയ്യുന്നോടെ, എവിടെ നിന്നോ പൈസ ചോർത്തിയതാണ്, ഇല്ലേ പറയും. നമ്മളാണെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ല. ഇതിനാണ് എൻവി. ഗ്രീൻ വിത്ത് എൻവി മീൻസ് ജലസ്, അസൂയ. അടുത്ത് നോക്കിയാണ് ഗോൾഡൻ റൂള്. എന്താണ് പിള്ളേരെ? ഇതൊരു ഗോൾഡൻ റൂളാണ്. ഗോൾഡൻ റൂളും ഉണ്ട്, ഗോൾഡൻ ചാൻസും ഉണ്ട്. ഗോൾഡൻ റൂള് ഇമ്പോർട്ടൻ്റ് റൂള്. ഗോൾഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ എല്ലാവർക്കും. ഗോൾഡൻ റൂള് ഇമ്പോർട്ടൻ്റ് റൂൾ. ഇപ്പം ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. ഓക്കെ, ഗ്രീൻ വിത്ത് എൻവി, എൻവി എന്താണ്, അസൂയ. അപ്പം ജലസ്, അസൂയ. ഇനി ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്ടേ, ഇമ്പോർട്ടൻ്റ് റൂൾ. എന്നാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്ടേ, ഗുഡ് ചാൻസ്, നല്ല അവസരം. നിങ്ങൾക്ക് പറയില്ലേ ഇപ്പോൾ CSEB എക്സാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നൂടെ, PSC LDയുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വന്നൂടെ, നിങ്ങൾക്ക് ഏത് വന്നിരിക്കുന്നു, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വന്നിരിക്കുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഒരു ഗോൾഡൻ ചാൻസ് ആണ്, അല്ലെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ചാൻസ്, ഭയങ്കരമായ ചാൻസ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പെർഫെക്റ്റ് ചാൻസ്, നല്ല ചാൻസ് ആണ്, അവസരമാണ്. ഓക്കെ, ബ്ലാക്ക് ഔട്ട്. നിങ്ങൾ നോക്കുക, ബ്ലാക്ക് ഔട്ട് മീൻസ് എന്ത് ചെയ്യുന്നൂടെ, നമ്മളെല്ലാം മങ്ങിപ്പോയി. ബ്ലാക്ക് ഔട്ട്, നിങ്ങളിപ്പോൾ പഠിച്ചു കേട്ടോ, പരീക്ഷ എഴുതി, പരീക്ഷയുടെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പഠിച്ച് കറക്റ്റ് റിവീൽ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ചെന്നിരുന്ന് ക്വസ്റ്റ്യൻ കണ്ടു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മളെ പരീക്ഷയുടെ മൊത്തം സ്വാധീനിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നത്, നമ്മൾ വളരെ പഠിച്ച് നമുക്ക് 100% ഉറപ്പുള്ള ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യം നമുക്ക് നന്നായിട്ട് ആൻസർ അറിയാം. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ പേജിലെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മൊത്തം അറിയാം, നമ്മൾ ആ സന്തോഷമാണ്. ആ സന്തോഷം നമ്മളെ ടെസ്റ്റ് മൊത്തം നിൽക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ നെഗറ്റീവ് അടിക്കില്ല, എന്ത് ചെയ്യുന്നൂടെ അതിലിപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മളെ മൊത്തം തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യുന്നൂടെ, നമ്മളെല്ലാം ഓർക്കും, ഞാൻ പഠിച്ചതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്കൊരു പാടുള്ള 2-3 ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ 2-3 തെറ്റിച്ചാലും നമുക്ക് സങ്കടം വരില്ല. കാരണം നമ്മൾ ആദ്യത്തെ ഇമ്പ്രഷൻ നമ്മളെല്ലാം ഓർമ്മിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സഹായിക്കും. ഇനി ആദ്യത്തെ പേജ് എടുത്ത് വെച്ചു എന്ത് ചെയ്യുന്നൂടെ, ഒരു പുണ്ണാക്കും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാ. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, മൈൻഡിലുള്ള പഠിച്ചതെല്ലാം ബ്ലാക്ക് ഔട്ട് ആവും, ഫെയ്ഡ് ആവും, മങ്ങിപ്പോവുക. ബ്ലാക്ക് ഔട്ട്,
ഫെയ്ഡ് ആവുക, മങ്ങിപ്പോവുക. ബ്ലാക്ക് ഔട്ട് ആവുക, ഫെയ്ഡ് മങ്ങിപ്പോവുക. എല്ലാം ബ്ലാക്ക് ഔട്ടായി ഫെയ്ഡ് ആവുക എന്നാണ് കേട്ടോ ബ്ലാക്ക് ഔട്ട്. ഓക്കെ, എല്ലാം ഓർമ്മയിൽ നിന്നെല്ലാം പോയി, ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ നമ്മളെ അതുകൊണ്ടാണ് പരീക്ഷ എപ്പോഴും എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്ന കുട്ടികളെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റിൻ്റെ പോർഷൻ എടുത്തു വെച്ച് വായിക്കുക. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പോർഷൻ എപ്പോഴും ഇംഗ്ലീഷ് എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. എന്ത് ചെയ്യുന്നോടെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻ എടുത്ത് വെച്ചിട്ട് വായിക്കുക, അതിൻ്റെ ആൻസറുകൾ ടിക്ക് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ ബാക്കി എന്നിട്ട് പോവുക. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. അത് നമ്മളെ പരീക്ഷയെ സ്വാധീനിക്കും. അപ്പോൾ ബ്ലാക്ക് ഔട്ട്, ഫെയ്ഡ് ആവുക. അപ്പോൾ ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. ഗ്രീൻ വിത്ത് എൻവി എന്ന് പറഞ്ഞാൽ ജലസ്, അസൂയ. ഗോൾഡൻ റൂള് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് റൂള്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പെർഫെക്റ്റ് ചാൻസ് അല്ലെങ്കിൽ ഗുഡ് ചാൻസ്. ബ്ലാക്ക് ഔട്ട്, ഫെയ്ഡ്. ഇനി ടു ഷോ വൺസ് റിയൽ കളർ, നമ്മളൊപ്പം നടക്കുന്ന ഒരാൾ കേട്ടോ. എന്ത് ചെയ്യുന്നോടെ, ഒപ്പം നടക്കുകയാണ് നമ്മൾ നല്ല പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും. ഒരു അവസരം വന്നപ്പം അവൻ എന്ത് ചെയ്യുന്നോടെ, നമ്മൾ പറയണം, ഒരു അവസരം വന്നപ്പം അവൻ അവൻ്റെ തനി നിറം കാണിച്ചു. പറയില്ലേ, തനി നിറം കാണിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടേ അവൻ നമ്മളെ ചതിച്ചിട്ട് പോയി. അവസരം വന്നപ്പം തനി നിറം കാണിച്ചു, അല്ലേ? പഠിച്ചോണം. ടു ഷോ വൺസ് റിയൽ കളർ, റിയൽ ക്യാരക്ടർ. ടു റിവീല് റിയൽ ക്യാരക്ടർ. അപ്പോഴാണ് അവരുടെ സ്വഭാവം. സത്യത്തിൽ നമുക്ക് അടി കിട്ടുമ്പോഴാണ് നമ്മൾ ഒപ്പമുള്ളവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമുക്കൊരു അടി കിട്ടും, നമ്മൾ അതുവരെ അറിയില്ല. നമ്മളൊപ്പം നടന്നിട്ട് നമ്മൾ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്കൊരു അടി കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവം. അപ്പം ടു ഷോ വൺസ് റിയൽ കളർ, ടു ഷോ വൺസ് റിയൽ ക്യാരക്ടർ, റിവീൽ റിയൽ ക്യാരക്ടർ, ഒറിജിനൽ സ്വഭാവം കാണിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ ടു ഷോ ദ വൈറ്റ് ഫെദേഴ്സ്. നിങ്ങളെ കൊച്ചി രാജാവ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് വെള്ളത്തൂവലുകൾ എന്ത് ചെയ്യും, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഇരിക്കുന്നത്, പറയാനായിട്ടുണ്ടോ? അപ്പോൾ സമാധാനവും ഒരു വഴി കൂടെ പോകുന്നു. ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്, ഭീരുത്വം കാണിക്കുക എന്നാണ് കേട്ടോ. ടു ഷോ ഫിയർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കവാർഡിനൻസ്, ഭീരുത്വം കാണിക്കുക. എന്ത് ചെയ്യുന്നോടെ, അപ്പം പേടി കാണിക്കുക, പേടിച്ച് മാറി നിൽക്കുക. അപ്പം ടു ഷോ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഷോ ഫിയർ, പേടി കാണിക്കുക, അല്ലെങ്കിൽ കവാർഡിനൻസ് എന്ന് പറഞ്ഞാലും ഭീരുത്വം എന്നാണ് കേട്ടോ. അതേപോലെ ടു ബി യെല്ലോ, സെയിം മീനിങ്. ടു ബി യെല്ലോ എന്ന് പറഞ്ഞാലും ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്, ഭീരുത്വം കാണിക്കുക. ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. ഗ്രീൻ വിത്ത് എൻവി എന്ന് പറഞ്ഞാലാ ജലസ്, എന്ത് ചെയ്യുന്നൂടെ, എൻവി, അസൂയ. ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാലോ പെർഫെക്റ്റ് റൂൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് റൂൾ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാലോ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാലോ വളരെ ഫെയ്ഡ് ആവുക, മങ്ങിപ്പോവുക. ഓക്കെ, അതേപോലെ ടു ഷോ വൺസ് റിയൽ കളർ എന്ന് പറഞ്ഞാലോ ടു ഷോ വൺസ് റിയൽ കളർ, റിവീൽ റിയൽ ക്യാരക്ടർ എന്നാണ് കേട്ടോ. ടു ഷോ ദ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാലോ വൈറ്റ് ഫെദേഴ്സ്. ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ് ഭീരുത്വം. ടു ബി യെല്ലോ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുന്നൂടെ, ടു ബി യെല്ലോ മീൻസും എന്ത് തന്നെയാണ്, ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്. അടുത്ത ഗ്രേ ഏരിയ. വളരെ ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ ഫെയ്ഡ്, മങ്ങിയ പ്രദേശങ്ങളാണ്. ഗ്രേ ഏരിയ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മങ്ങിയ വെളിച്ചത്തിൽ കാണുക. എന്താണ്, ഫെയ്ഡ്, മങ്ങുക. ഗ്രേ ഏരിയ മീൻസ് ദ ഏരിയ വിച്ച് ഈസ് എന്ത് ചെയ്യുന്നൂടെ, വെരി എന്ത് ചെയ്യുന്നൂടെ, ഡള്ളായി കിടക്കുന്ന ഏരിയ. നമ്മൾ മങ്ങിയ വെട്ടം എന്നൊക്കെ പറയില്ലേ, ഗ്രേ ഏരിയ. ആ ഏരിയ ഗ്രേ ഏരിയ ആണ്. അതെന്ത് ചെയ്യുന്നൂടെ, മങ്ങിക്കിടക്കാൻ അല്ലെങ്കിൽ ഒന്നും അറിയില്ല, അവിടെ എന്താണെന്ന് അറിയില്ല. ഗ്രേ ഏരിയ എന്ത് ചെയ്യുന്നൂടെ, ഹിഡൻ അല്ലെങ്കിൽ മങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രേ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പോർഷനിൽ ആ ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രേ ഏരിയ ആണ്, അത്ര വ്യക്തമല്ലാത്തത്, ക്ലിയർ അല്ലാത്ത, നോട്ട് ക്ലിയർ. ഗ്രേ ഏരിയ മീൻസ് നോട്ട് ക്ലിയർ. പഠിക്കുന്ന സമയത്തൊക്കെ പറയില്ലേ, എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രേ ഏരിയ ആണ്, ആ ഭാഗം എന്ന് പറയുന്നത് എനിക്ക് ഗ്രേ ഏരിയ ആണ്, നോട്ട് ക്ലിയർ ആണ്. എന്ത് ചെയ്യുന്നോട്, അത്ര ക്ലിയർ അല്ല, വ്യക്തമല്ല. ഓക്കെ, ലാസ്റ്റ് നോക്കിയേ, ബ്ലൂ ഐഡ് പേഴ്സൺ. ബ്ലൂ ഐ മീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ, ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ എനിക്ക് റിസപ്ഷനൊക്കെ കണ്ണിലൊക്കെ ലെൻസ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാണ് കുട്ടികളെ ലെൻസ് ഇടുന്നത്? നിങ്ങൾ തന്നെ പറ, എന്തിനാണ് ലെൻസ് ഇടുന്നത്? കുറച്ച് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അമ്മച്ചിമാർ ലെൻസ് ഇട്ടിട്ടാണ് അട്രാക്ഷൻ കിട്ടി അപ്പൂപ്പൻ്റെ കൂടെ പോയത്. അല്ല, ഇതൊക്കെ ഒരു ഫോട്ടോജെനിക് ആവാൻ വേണ്ടി, കുറച്ചും കൂടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ എന്തിനാണ് അപ്പോൾ ഈ കണ്ണിൽ ലെൻസ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നോടെ, ബ്ലൂ ഐ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ. ഭംഗിയുള്ള ആൾക്കാരെയൊക്കെ ബ്ലൂ ഐഡ് പേഴ്സൺ എന്ന് പറയാം. ബ്ലൂ ഐ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ. പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ ഐഡ് പേഴ്സൺ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ഗ്രീൻ ഹോൺ മീൻസ് ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ഗ്രീൻ വിത്ത് എൻവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ഗ്രീൻ വിത്ത് എൻവി ജലസ്, വെരി ജലസ്, അസൂയ. ഗ്രീൻ വിത്ത് എൻവി, വെരി ജലസ്. ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു?
ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റൂൾ. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ചാൻസ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പെർഫെക്റ്റ് ചാൻസ്. എന്നാൽ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയ്ഡ്, മങ്ങുക. ബ്ലാക്ക് ഔട്ട് നമ്മൾ ഈ ഇരുട്ടത്തുനിന്ന്, നല്ല സൂര്യപ്രകാശത്തു നിന്ന് കുട്ടികളെ, സൂര്യപ്രകാശത്തു നിന്ന് ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് ഓടി കയറി വരികയാണ്, ഇരുണ്ട മുറിയിലേക്ക് കയറി വരികയാണ്. വല്ലതും കാണാൻ പറ്റുമോ പിള്ളേരെ? വല്ലതും കാണാൻ പറ്റുമോ? എവിടെയെങ്കിലും ഇടിച്ചു തെറിക്കും, എല്ലാം ഒരു വെട്ടമായിരിക്കും, എവിടെയെങ്കിലും ഇടിച്ചു തെറിക്കും. കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ഔട്ട്, ഫെയ്ഡ് ആവുക. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ടായി, ഫെയ്ഡ് ആയിപ്പോയി, നമ്മളിന്ന് ഓർമ്മയിൽ നിന്ന് അങ്ങ് പോയി, മങ്ങിപ്പോയി. ഇനി ടു ഷോ വൺസ് റിയൽ കളർ എന്ന് പറഞ്ഞാൽ ടു റിവീൽ റിയൽ ക്യാരക്ടർ. ടു റിവീൽ റിയൽ ക്യാരക്ടർ, ഒറിജിനൽ സ്വഭാവം കാണിക്കുക. ടു ഷോ വൈറ്റ് ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ, ടു ഷോ ദ വൈറ്റ് ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ, വൈറ്റ് ഫെതേഴ്സ് മീൻസ് എന്തുകൊണ്ട് വൈറ്റ് ഫെതേഴ്സ്? ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്. ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്, ഭീരുത്വം കാണിക്കുക. കവാർഡിനൻസ്, ഭീരുത്വം. ടു ബി യെല്ലോ എന്ന് പറഞ്ഞാലും ടു ഷോ ഫിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോടെ കവാർഡിനൻസ്, ഭീരുത്വം കാണിക്കുക. ഓക്കെ, ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? സംതിങ് ദാറ്റ് ഈസ് അൺക്ലിയർ, നോട്ട് ക്ലിയർ, ക്ലിയർ അല്ലാത്തത്, അൺക്ലിയർ, ക്ലിയർ അല്ലാത്തത്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ എന്ത് ചെയ്യുന്നോടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഭാഗം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന പോർഷൻ എനിക്ക് അൺക്ലിയർ ആണ്, ഗ്രേ ഏരിയ ആണ്, നോട്ട് ക്ലിയർ ആണ്, അത്ര വ്യക്തമല്ല, ആ ഭാഗമൊന്നും വ്യക്തമല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ വീട്ടിലൊക്കെ സംസാരിക്കുക, ഇഡിയം ഉപയോഗിച്ചൊക്കെ സംസാരിച്ചു സുഹൃത്തുക്കൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഡിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു നോക്കുക. കൂട്ടുകാരോടൊക്കെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇഡിയമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഓർഡർ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കഥകൾ ഉണ്ടാക്കാം, റിലേറ്റ് ചെയ്യുന്ന കഥകളായിരിക്കണം കേട്ടോ. കഥകൾ ഉണ്ടാക്കി പറയുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, സംസാരത്തിൻ്റെ ഇടയിൽ ഇഡിയം കൊണ്ടുവരാൻ സംസാരിക്കുക, ഇഡിയം കൊണ്ടുവന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ അത് ഫ്രണ്ട്ലി ആക്കി എടുക്കുക, അത് വളരെ ഫ്രണ്ട്ലി ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഏത് സബ്ജക്റ്റും ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും, നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. അതേപോലെ അടുത്തത് ഏതാണ്ടേ? ബ്ലൂ ഐ. ബ്ലൂ ഐ കണ്ണിൽ ലെൻസ് എന്തിനാണ് കുട്ടികളെ? അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി, അട്രാക്റ്റീവ് പേഴ്സൺ. ബ്ലൂ ഐഡ് പേഴ്സൺ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? അപ്പോൾ ഇഡിയം വളരെ എളുപ്പത്തിലാണ് നമ്മൾ അടുത്ത എന്ത് ചെയ്യുന്നോടെ കളറുമായി ബന്ധപ്പെട്ട ഇഡിയംസ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബോഡി പാർട്സുമായി ബന്ധപ്പെട്ട ഇഡിയംസ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ച കളറുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ഇനിയുണ്ട്. ഇനി ആനിമലുമായി ബന്ധപ്പെട്ട ഇഡിയംസ് പഠിക്കും, അനിമൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇഡിയംസ് പഠിക്കും. പിന്നെ അതുപോലെ കോമൺ ആയിട്ടുള്ള കുറേ ഇഡിയംസ് പഠിക്കും. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇഡിയംസ് അങ്ങ് തീരും. ഇത് ചെയ്യുന്നൂടെ ഇപ്പോൾ തന്നെ ധാരാളം പഠിച്ചിട്ടുണ്ട്. ഒന്ന് റാൻഡം ആയിട്ട് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, കലണ്ടറിലെ ദിവസം നോക്കുക, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പരീക്ഷാ പേപ്പർ ഓർക്കാൻ പറഞ്ഞു, മൊത്തം അടിവര മാർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഡെപ്റ്റ് ഞാൻ ഒരെണ്ണം എഴുതി പറഞ്ഞു തന്നു, ഏതാണ്? ടു പെയിന്റ് ദ ടൗൺ റെഡ്. പെയിന്റ് ചെയ്യുന്നത് എന്തിനാണ് കുട്ടികളെ? അതും കൂടെ എഴുതി എടുത്തോണേ. ടു പെയിന്റ് ദ ടൗൺ റെഡ്, സെലിബ്രേറ്റ് ചെയ്യുക. ടു പെയിന്റ് ദ ടൗൺ റെഡ്, സെലിബ്രേറ്റ്. ഓക്കെ, റെഡ് അലേർട്ട്, സ്ട്രിക്റ്റ് വാർണിംഗ്. റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ തറവേരി, വീട്ടുകാരൊക്കെ വരുമ്പോൾ പുതിയ റെഡ് കാർപ്പറ്റ് ഇടും. എന്തിനാണ്? വാം വെൽക്കം അല്ലെങ്കിൽ ഗ്രാൻഡ് വെൽക്കം. ബ്ലൂ ഐഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അട്രാക്റ്റീവ് പേഴ്സൺ. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാലോ? ബിക്കം സാഡ്. പിന്നെ അതേപോലെ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാലോ? അൺഎക്സ്പെക്റ്റഡ്. ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാലോ? റിയൽ ക്യാരക്ടർ. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, പച്ച ലൈറ്റ് കാണിച്ച ട്രാഫിക്കിൽ കാണിച്ച പൊയ്ക്കോ, അലോ പെർമിഷൻ. ഗ്രീൻ തമ്പ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ തമ്പ്, ഫാർമർ അല്ലെങ്കിൽ വൺ ഹു ഡിവോട്ടഡ് ടു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഗാർഡനിങ്. ഓക്കെ, ഇനി അടുത്ത ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാലോ? ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. ഗ്രീൻ വിത്ത് എൻവി എന്ന് പറഞ്ഞാലോ? ജലസ്, അസൂയ. ഓക്കെ ആണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റിട്ടേൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. ഓക്കെ, വൈറ്റ് എലിഫന്റ് ആണെങ്കിലോ കുട്ടികളെ? വൈറ്റ് എലിഫന്റ് റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. ഇനി സുഹൃത്തുക്കളൊക്കെ ചേർത്ത് പിടിച്ചാണ് ഹീ ഈസ് എ വൈറ്റ് എലിഫന്റ്. ഒരു ഉപയോഗമില്ല, പാഴ്. റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. പിങ്ക് എലിഫന്റ് ആണെങ്കിലാ മറ്റേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ തിളക്കത്തിൽ ആരിയിരിക്കുന്നത്? കിളിപോയി ആരിയിരിക്കുന്നത്? നമ്മുടെ സലീം കുമാർ ഇരിക്കുന്ന ഓർക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രഗ് അഡിക്റ്റ് കേട്ടോ. പിങ്ക് എലിഫന്റ്, ഡ്രഗ് അഡിക്റ്റ്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഗോൾഡൻ റൂളും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഗോൾഡൻ റൂള് ഇമ്പോർട്ടൻ്റ് റൂള്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പെർഫെക്റ്റ് ചാൻസ്. ഓക്കെ ആണല്ലോ? ബൈ ബൈ, മീറ്റ് അഗൈൻ. ഓക്കെ, താങ്ക് യു.